ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തേക്കടി പോയത്. അപ്പം ആ ടൈം പറഞ്ഞിട്ടുണ്ട് ഒരു 4 ദിവസത്തെ ട്രിപ്പ് വന്നതാണെന്ന്. അപ്പം അതിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു തേക്കടി. അതിൻ്റെ സെക്കൻഡ് ഡേ ആയി ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇല്ലിക്കൽ കല്ലിലേക്കാണ്. ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്നത് കോട്ടയത്തുള്ള ഒരു ഹയസ്റ്റ് പീക്കാണ്. അപ്പം മനോഹരമായ കാഴ്ചകളുള്ളൊരു സ്ഥലം തന്നെയാണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്നത്. അപ്പം അവിടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഒരു മലയുടെ ഏറ്റവും മുകളിലേക്ക് കയറണം. അപ്പം കയറുന്നതൊക്കെ ഭയങ്കര രസമാണ്. അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ അവിടെ കാണുന്നത് കുറേ മലകൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ മലകളുടെ സൈഡിലുള്ള പുല്ല്, അങ്ങനത്തെ പല പല കാഴ്ചകൾ അവിടെ ഉണ്ട്. അവിടെ വെച്ചാൽ ഒരു പ്രത്യേക സ്ഥലം തന്നെയാണ്. അപ്പം എത്ര ചൂടിന് പോയി കഴിഞ്ഞാലും നമുക്ക് മല കയറുമ്പോഴേക്കും ചൂടെടുക്കില്ല. ഒരു തണുത്ത കാറ്റ് എപ്പോഴും ഉണ്ടാവും. ഈ ഹയസ്റ്റ് പീക്ക് പോയാലൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ എത്ര വെയിലത്ത് പോയാലും ഒരു തണുത്ത കാറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അത്രയും ചൂട് അനുഭവപ്പെടില്ല. അപ്പോൾ അങ്ങോട്ട് കയറുന്ന വഴിയാണിത്. അതിന് ടോപ്പ് വരെ പോകണം. അപ്പം ഈ ഒരു വഴി അത്യാവശ്യം നല്ലൊരു വഴി തന്നെയാണ്. കാരണം കുറച്ച് റിസ്ക്കാണെന്ന് ചോദിച്ചാൽ ചെറിയ റിസ്ക് ഉണ്ട്, പക്ഷെ അത്ര ഒരു കുഴപ്പമില്ല. ഈ ഒരു ഇതാണ് ഇതിലൊരു വ്യൂ പോയിൻ്റാണ്. ഇതിലൊരു വ്യൂ പോയിൻ്റ് ഇതാണ്. പിന്നുള്ളത് മേലെയാണ്. അപ്പോൾ മസ്റ്റ് നമുക്ക് ഇവിടെ നോക്കിയാൽ അവിടെയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ വന്ന് കയറി ടയേർഡാകുന്നവർക്ക് കഴിക്കാൻ ഐസ്ക്രീം അതൊക്കെ അവിടെ സൈഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ വാങ്ങി കഴിച്ച് ഇങ്ങനെ കാഴ്ച കണ്ട് ആസ്വദിച്ച് നിൽക്കാനൊക്കെ പറ്റും. സ്ഥലത്തെക്കുറിച്ച് പറയുമ്പം അടിപൊളിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രകൃതി അത്രയും ഇഷ്ടപ്പെട്ട് പ്രകൃതി കാഴ്ചകൾ കാണാനൊക്കെ ആഗ്രഹിച്ച് പോകുന്നവർക്ക് ഒരു പറ്റിയൊരു സ്പോട്ടാണ്. ഇവിടെ അധികം ഞാൻ പോയ ടൈമിൽ അതും ഈ ബൈക്കേഴ്സിന് പറ്റിയൊരു സ്പോട്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ബൈക്കേഴ്സാണ് അധികം ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാം. അപ്പം അത് കാണുന്നതാണ് 2 വഴിയുണ്ട്. 2ൽ കൂടെയും കയറാൻ പറ്റും. അപ്പം അപ്പുറത്തെ വഴി എന്ന് വെച്ചാൽ കുറച്ചൊരു സിമ്പിളാണ്. ഇപ്പുറത്തെന്ന് വെച്ചാൽ കുറച്ചിങ്ങനെ പാറകളും മറ്റിങ്ങനെ നിന്ന് കുറച്ചൊരു പാടുള്ള വഴിയാണ്. എന്നാലും കുഴപ്പമില്ല. ഈ അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്നത്. അപ്പം അത് ഇവിടുന്ന് കാണുമ്പം കുറച്ചധികം തന്നെ കയറാനുണ്ട്. അപ്പം നമ്മൾ അത്ര വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും കുറച്ച് കയറാനുണ്ട്. അതിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ പൂക്കളും കാര്യങ്ങളും ചെറിയ ചെറിയ പൂക്കളാണ്. പിന്നെ ഉള്ളത് പുല്ല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാം. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറുമ്പം തന്നെ പിന്നെ സൈഡിൽ ഫുള്ള് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. വീഴാണ്ടിരിക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിലെ കൂടെ ഇറങ്ങുകയാണെങ്കിൽ ആ കമ്പി പിടിച്ച് ഇറങ്ങുകയും ചെയ്യാം. ഇപ്പം ഞാൻ കയറിയ വഴി അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്ത് വേറൊരു വഴിയും കൂടി ഉണ്ട് കേട്ടോ. നല്ലൊരു വഴി തന്നെയാണ് അത്. അപ്പം ഞാൻ കയറിയത് കുറച്ച് പാറ ഇങ്ങനെ നിൽക്കുന്ന ഈ പാറയൊക്കെ വന്നിന്ന് നമ്മൾ വിഗ്ഗുന്നുള്ളൊരു അവസ്ഥയിൽ കൂടെയുള്ളൊരു വഴിയിലൂടെയാണ്. അതല്ല നല്ലൊരു വഴി കൂടെ അപ്പുറത്തൂടെ വന്നാലും ഈ ഒരു ഭാഗത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്കി മുകളിലേക്ക് കയറാം. അപ്പം പകുതി കയറുമ്പോൾ തന്നെ എൻ്റെ അനിയന് പേടിയാണ്. അവൻ ഹൈറ്റ് കൂടിയതിനെ കൊണ്ട് അവനധികം കയറാൻ നിന്നില്ല. അപ്പം പകുതി വെച്ച് അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. ഞാൻ ഇറങ്ങിയിട്ടില്ല, ഞാൻ കയറിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും മുകളിൽ കയറിയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കയറിയാലാണ് അടിപൊളി വ്യൂ ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കയറാം. കുറച്ചും കൂടി ഓട്ടുണ്ട് ഇവിടുന്ന് കയറാൻ. ഇനി അത്രയൊന്നുമില്ല. കണ്ടോ, മേലെ നിന്ന് ഇതൊരു പകുതി വരെ നമ്മൾ കയറിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ദൂരെയൊക്കെയുള്ള മലകളൊക്കെ നമുക്ക് നല്ല ഭംഗിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ മേഘങ്ങൾ, അങ്ങനെ നല്ലൊരു കാഴ്ചയാണ് ഇല്ലിക്കൽ കല്ലിലുള്ളത്.